ഹായ് നമസ്കാരം, എല്ലാവർക്കും പാഷൻ ഫ്രൂട്ട് കിച്ചണിലേക്ക് സ്വാഗതം. എല്ലാ കൂട്ടുകാരും സുഖമായിട്ടിരിക്കുന്നതെന്ന് വിശ്വസിക്കുന്നു. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ഉരുളക്കിഴങ്ങ് കറി റെസിപ്പിയുമായിട്ടാണ്. പെട്ടെന്ന് തന്നെ നമുക്കൊരു 5 മിനിറ്റിലൊക്കെ തയ്യാറാക്കി എടുക്കാം. ചപ്പാത്തിക്കും ചോറിൻ്റെ കൂടെയും അപ്പത്തിൻ്റെ കൂടെ ഒക്കെ സെർവ് ചെയ്യാൻ പറ്റിയ നല്ലൊരു അടിപൊളി കറി റെസിപ്പിയാണ്. വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് ഈ ചാനൽ ഏതെങ്കിലും കൂട്ടുകാർ ആദ്യമായിട്ടാണ് കാണുന്നത് എങ്കിലും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും വീഡിയോ ഫുള്ളായിട്ടൊന്ന് വാച്ച് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. നിങ്ങൾ തരുന്ന സപ്പോർട്ടാണ് നമുക്ക് ഈ ചാനൽ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള പ്രചോദനം നൽകുന്നത്. അപ്പോൾ ശരി, നമുക്ക് ഈ കറി എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കിയിട്ട് വന്നാലോ. കറി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു 3 ഉരുളക്കിഴങ്ങ് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുള്ളതാണ്. ഇത് നമുക്ക് ഒരു കുക്കറിലോട്ടൊന്ന് ചേർത്ത് കൊടുക്കാം. കുക്കറിലാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഒരു 3-4 വിസിലടിക്കുമ്പോൾ തന്നെ നന്നായിട്ട് വെന്ത് കിട്ടും. അതുകൊണ്ടാണ് ഇങ്ങനെ ചേർക്കുന്നത്. ഇനി 2 സവാള, ചെറിയ 2 സവാളയാണ് എടുത്തിരിക്കുന്നത്. അതിങ്ങനെ ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. ഒരു 6-7 അല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത്, ഒരു 2 പച്ചമുളക് നീളത്തിൽ കീറിയത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിനകത്തോട്ട് ആവശ്യത്തിനുള്ള കറിവേപ്പില ചേർത്ത് കൊടുക്കാം. നല്ലൊരു മണമൊക്കെ ഈ കറിക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് കറിവേപ്പില ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കുന്നത്. ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് വെന്ത് വരാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് അടച്ചു വെച്ച് ഗ്യാസ് വെച്ച് കൊടുക്കാം. ഒരു 4-5 വിസിൽ വരുന്നിടം വരെ നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. അതിനുശേഷം ഞാനൊരു ചീനച്ചട്ടി ഗ്യാസ് വെച്ചിട്ടുണ്ടായിരുന്നു. ചൂടായിട്ട് വരുമ്പോൾ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത്. എണ്ണ നന്നായിട്ടൊന്ന് ചൂടായിട്ട് വന്നു കഴിഞ്ഞാൽ ആവശ്യത്തിനുള്ള കടുക് ഇട്ട് കൊടുക്കാം. കടുക് നന്നായിട്ടൊന്ന് പൊട്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു 1/2 ടേബിൾ സ്പൂൺ അളവിൽ നല്ല ജീരകം ചേർത്ത് കൊടുക്കാം. കടുകെല്ലാം നന്നായിട്ടൊന്ന് പൊട്ടി വന്നിട്ടുണ്ട്. കടുക് പൊട്ടി വന്നതിന് ശേഷം മാത്രം നല്ല ജീരകം ഇട്ട് കൊടുക്കണേ. നല്ല ജീരകം കൂടി ഇട്ട് നന്നായിട്ടൊന്ന് പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് കുറച്ച് ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഉള്ളിയോ അല്ലെങ്കിൽ സവാളയോ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇതിൻ്റെ ആ കളറൊക്കെ ഒന്ന് മാറി നന്നൊരു ബ്രൗൺ കളറിലോട്ടാവുന്നത്രയും സമയം നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. ഉള്ളിയെല്ലാം നന്നായിട്ടൊന്ന് വഴന്ന് വന്നിട്ടുണ്ട്, നന്നായിട്ടൊന്ന് ഫ്രൈ ആയിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് ആവശ്യമായിട്ടുള്ള പൊടികൾ ചേർക്കാം. ഒരു 1/4 ടേബിൾ സ്പൂൺ അളവിൽ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടേബിൾ സ്പൂൺ അളവിൽ മുളക് പൊടി, നിങ്ങളുടെ എരിവിന് ആവശ്യമായിട്ടുള്ള പൊടി ചേർത്ത് കൊടുക്കണേ. ഇനി ഒരു 1/4 ടേബിൾ സ്പൂൺ അളവിൽ മഞ്ഞൾ പൊടിയും 1/2 ടേബിൾ സ്പൂൺ അളവിൽ കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. ഇനി ആവശ്യത്തിനുള്ള മസാല ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ അളവിൽ മസാലപ്പൊടി ചേർത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൊണ്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ പെട്ടെന്ന് കരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ഒന്ന് ചേർത്ത് കൊടുക്കാം. ഒത്തിരി ആയിപ്പോലെ ഒരു 2-3 ടേബിൾ സ്പൂൺ അളവിൽ വെള്ളം ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഈ മസാലയെല്ലാം വഴറ്റിയെടുക്കാം. ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി വന്നത്രയും സമയം നമുക്കിതൊന്ന് വഴറ്റിയെടുക്കണേ. നമ്മുടെ പൊടികളുടെയൊക്കെ പച്ചമണമൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് ഞാൻ 1 ടേബിൾ സ്പൂൺ അളവിൽ പെരിഞ്ജീരകപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം നന്നായിട്ടൊന്ന് വഴറ്റി മിക്സ് ചെയ്തെടുക്കാം. അരപ്പെല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ മിക്സ് എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ വേവിക്കാൻ വെച്ചിരുന്ന പൊട്ടറ്റോ ഉണ്ടല്ലോ എല്ലാം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ഉടഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അതിനൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിത് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന പൊടിയുടെ കൂട്ടിലോട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ വളരെ പെട്ടെന്ന് സിമ്പിളായിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ടേസ്റ്റി ആയിട്ടുള്ളൊരു പൊട്ടറ്റോ കറിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റാണ്. എല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യാം. ഇതിനകത്ത് ഇച്ചിരി വെള്ളത്തിന് അംശം കൂടുതലുണ്ട്. ഇപ്പോൾ ഇത്രയും ചാറ് വേണ്ടാന്നുണ്ടെങ്കിൽ വറ്റിച്ചെടുക്കാം. ഞാൻ ഇച്ചിരി ഒന്ന് കുറുകിയ രൂപത്തിലാണ് ഈ കറി തയ്യാറാക്കി എടുക്കുന്നത്. നമ്മൾ വെച്ചിരുന്ന പൊട്ടറ്റോ എല്ലാം നന്നായിട്ടൊന്ന് കുറുകി വന്ന് വരുന്നുണ്ട്. കറി ഇവിടെ നന്നായിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ട്. നമ്മുടെ പൊട്ടറ്റോ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഞാനിപ്പോൾ ഇതിനകത്തോട്ട് കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. മല്ലിയില ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുത്താൽ മതിയാവുമേ. മല്ലിയിലയും കൂടെ തൂവിയതിന് ശേഷം നമ്മുടെ കറി ഞാനിവിടെ ഇറക്കി വെക്കുന്നുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പൊട്ടറ്റോ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ സെർവിങ് ബൗളിലോട്ടൊന്ന് ആക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് സിമ്പിളായിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള പൊട്ടറ്റോ കറിയാണ്. അപ്പോൾ എല്ലാവരും ഒന്നും മറക്കാതെ ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കല്ലേ. അപ്പം നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ ഒന്ന് ലൈക്ക് കൂടെ ചെയ്ത് സബ്സ്ക്രൈബ് കൂടെ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ താങ്ക് യു.